കണ്ണൂർ കല്യാട് മോഷണക്കേസിൽ വഴിത്തിരിവ്. വീട്ടുടമയുടെ മകന്റെ ഭാര്യയെ കർണാടകയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സാലിഗ്രാമത്തിലെ ലോഡ്ജിനുള്ളിലാണ് ഹുൻസൂർ സ്വദേശിയായ ദർശിതയെ മരിച്ച നിലയിൽ കണ്ടത്. വെള്ളിയാഴ്ചയാണ് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും കല്യാട്ടെ സുമതയുടെ വീട്ടിൽ നിന്നും മോഷണം പോയത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, സർവത്ര ദുരൂഹത നിറഞ്ഞ ഒരു മോഷണ കേസാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിനോദ്, ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കണ്ണൂർ കല്യാട് സ്വദേശിയായ സുമത എന്ന ആളുടെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും മോഷണം പോയത്. ഇതിന് പിന്നാലെ അന്വേഷണം നടക്കുകയായിരുന്നു. ഈ അന്വേഷണത്തോടൊടുവിൽ ഇവരുടെ മകന്റെ ഭാര്യയെ ഹുൻസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഈ മോഷണം നടന്ന അതേ ദിവസം തന്നെ ഈ മകന്റെ ഭാര്യയായ ദർശിതയെ കാണാതായിരുന്നു. അവർ കർണാടകയിൽ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു എന്ന വിവരമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ മോഷണം നടന്നതിന് തൊട്ടു പിന്നാലെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ദർശിതയെ ബന്ധപ്പെടാൻ ശ്രമം പോലീസ് നടത്തിയിരുന്നു. എന്നാൽ അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിലാണ് ഈ സാലിഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്തെ ലോഡ്ജിൽ ഈ ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവാവിനെയും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടികൂടിയിട്ടുണ്ട്. മുഖം അടക്കം തകർന്ന നിലയിലാണ് ഈ ദർശിതയുടെ മൃതദേഹം ഈ ലോഡ്ജിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. കൊലപാതകമാണ് എന്നൊരു പ്രാഥമിക നിഗമനം തന്നെയാണുള്ളത്. നിലവിലെ മോഷണ കേസിന്റെ പശ്ചാത്തലത്തിൽ ഇരിക്കൂർ പോലീസ് ഈ കസ്റ്റഡിയിലായ യുവാവിനെ കണ്ണൂരിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള ശ്രമത്തിലാണ് വിനോദ്. തീർച്ചയായും കണ്ണൂർ കല്യാട് നടന്ന മോഷണ കേസിലാണ് വലിയ ദുരൂഹത ഏറുന്നത്. വീട്ടുടമസ്ഥന്റെ മകന്റെ ഭാര്യയെ കർണാടകയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള പങ്കുവച്ചത്.